ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ റീഡിങ്ങിൽ ഞാൻ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്നുള്ളതാണ്. അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് അവർ ഓർക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ അവരെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ശരിയായിട്ടുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സബ് കോൺഷ്യസ്ലി അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഫീലിങ്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബന്ധുവായിരിക്കാം, നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരാളായിരിക്കാം, നിങ്ങളുടെ പാർട്ട്ണർ ആയിരുന്നിരിക്കാം, നിങ്ങളുടെ എക്സ് ലവർ ആയിരിക്കാം, അങ്ങനെ ആരും ആയിരിക്കാം. സോ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്. നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിക്കാറില്ല, അല്ലെങ്കിൽ പരസ്പരം കാണാൻ സാധിക്കുന്നില്ല, ഒരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എന്നിട്ട് നിങ്ങൾ അവരെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങൾ മാത്രം ഒന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ അവരുടെ കറണ്ട് സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ഒന്ന് ആലോചിക്കുക. ഒരിക്കലും അവരെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ശപിക്കുക, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊന്നും, ഒരു നെഗറ്റീവ് തോട്ട്സും നിങ്ങൾ ഈ ഒരു സമയത്ത് കൊണ്ടുവരാൻ പാടില്ല. ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എനർജീസ് ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ റീഡിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും റെസണേറ്റ് ആവണം എന്നില്ല, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. സോ നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു നോക്കാം, ടാരോട് ചോദിച്ചു നോക്കാം, എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്, അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? സോ അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് ആലോചിക്കുക എന്നൊക്കെ ഉള്ളതാണ് നമ്മളുടെ മെയിൻ തീം എന്ന് പറയുന്നത്. ടാരോ പ്ലീസ് ഗൈഡ് മീ. റീഡിംഗ് ഫോർ മൈ ഓഡിയൻസ്, റീഡിംഗ് ഫോർ മൈ സബ്സ്ക്രൈബേഴ്സ്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് ആലോചിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, അതോ അവർ നിങ്ങളെ മറന്നിട്ടുണ്ടോ നോക്കാം. അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ, അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? കാർഡ് നമ്പർ 1. നിങ്ങളെക്കുറിച്ച് ഏത് തരം ചിന്തകളാണ് അവരുടെ മനസ്സിലേക്ക് വരിക? അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ്. ഏത് തരം ചിന്തകളാണ് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ ഉണ്ടാവുന്നത്? കാർഡ് നമ്പർ 2. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് നോക്കാം. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർക്ക് എന്ത് ഫീലിങ്സ് ആണ് ഉണ്ടാവുന്നത് നോക്കാം. കാർഡ് നമ്പർ 3. നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാനുള്ള കാരണം എന്താണ്? എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? എന്ത് കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. കാർഡ് നമ്പർ 4. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? നിങ്ങളിലേക്ക് എത്താൻ, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ, നിങ്ങളിലേക്ക് റീച്ച് ചെയ്യാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? സോ നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. 2 ഓഫ് സോഡ്സ് ആണ് ഫസ്റ്റ് കാർഡ് വന്നിട്ടുള്ളത്. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എങ്ങനെയാണെന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്കുള്ള കാരണം, അല്ലെങ്കിൽ എന്താണ് അവരെ ട്രിഗർ ചെയ്യുന്നത്? അവർ നിങ്ങളിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? ഓക്കെ, സോ നിങ്ങളുടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് 6 ഓഫ് സോഡ്സ് ആണ്. മേ ബി നിങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, നിങ്ങളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നിന്നൊക്കെ അകന്നു പോയൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾ അകന്നു പോയിട്ടുണ്ട്. കാത്തിരുന്നതിന് ശേഷം, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടതിന് ശേഷം, അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള ചില പെരുമാറ്റങ്ങൾക്ക് ശേഷം നിങ്ങളൊരു പക്ഷേ മൂവ് ഓൺ ചെയ്തിരിക്കാം. മാനസികമായിട്ട് ഈ ഒരു വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അതായത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം വിട്ടുകൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്നും അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവിടെ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ അകന്നു പോകുന്നത് എന്ന് പറയുന്നത് വെറുതെ അകന്നു പോകുന്നതല്ല, നല്ല പെയിൻ അനുഭവിച്ചതിന് ശേഷം ഈ ഭാരം ഇറക്കി വെക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് നിങ്ങൾ മൂവ് ഓൺ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, അത് ഡൈജസ്റ്റ് ആക്കിയിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതായത് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഇമാജിനേഷൻ അല്ല, ഇത് യാഥാർത്ഥ്യമാണ്. ഇതിൽ നിന്ന് ഞാൻ പുറത്ത് കടന്നേ മതിയാകൂ എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടോ എന്നും ചോദിച്ചു കഴിഞ്ഞാൽ, അവർ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത് മാത്രമല്ല, വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്.
അവരെടുത്ത തീരുമാനങ്ങളെക്കുറിച്ച് അതായത് നിങ്ങളെക്കുറിച്ച് എടുത്തിട്ടുള്ള തീരുമാനങ്ങളെക്കുറിച്ച് വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോൾ ഉള്ളത്. അതായത് അവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ ശരിയായിരുന്നോ, അവർ തിരഞ്ഞെടുക്കേണ്ടതാണോ തിരഞ്ഞെടുത്തത് എന്നവരിപ്പോൾ സംശയിക്കുന്നുണ്ട്. മേ ബി ഈ ഒരു വ്യക്തിക്ക് എപ്പോഴും അവരുടെ ആ ഒരു തീരുമാനം വീണ്ടും വീണ്ടും പരിശോധിക്കേണ്ടി വരുന്നുണ്ട്. ഇതായിരുന്നോ ശരി, ഇതെങ്ങനെ വേണമായിരുന്നു, അങ്ങനെ ഒരു കൺഫ്യൂഷനുള്ള സിറ്റുവേഷൻ. അതായത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവർ ചെയ്തത് ശരിയാണോ എന്നുള്ളൊരു കൺഫ്യൂഷനുള്ള സിറ്റുവേഷൻ തന്നെയാണ് അവർക്കുള്ളത്. അവർ തിരഞ്ഞെടുത്തത് തെറ്റായിന്ന് അവർക്ക് ഇപ്പോൾ അറിയാം. അതായത് അവർക്കറിയാം അവരുടെ റിയാലിറ്റി എന്തായിരുന്നു, എങ്കിലും അവർ ചെയ്ത ആ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുത്ത ആ ഒരു തീരുമാനം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്നു പോവുക എന്ന് അവർ തീരുമാനിച്ച ആ ഒരു കാര്യം ശരിയല്ലായിരുന്നു എന്ന് അവർക്ക് തന്നെ അറിയാം. എങ്കിൽ പോലും അവർ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. അവർക്ക് 2 വേയിങ് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ നിങ്ങളെ ചൂസ് ചെയ്യാം അല്ലെങ്കിൽ മറ്റൊരു കാര്യം ചൂസ് ചെയ്യാം എന്നുള്ളതായിരുന്നു. പക്ഷെ അവർ ആ മറ്റൊരു കാര്യം ചൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് റിയാലിറ്റി തിരിച്ചറിയാമായിരുന്നു. അതിനെക്കുറിച്ചാണ് അവർ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത്. അവർ നിരന്തരമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുമുണ്ട്. സോ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എന്ത് തരം തോട്ട്സ് ആണ് വരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ സമൂഹത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ഫാമിലിയുടെ പാർട്ടായിട്ട് നിന്നപ്പോൾ നിങ്ങളുടെ പാർട്ടായിട്ട് നിന്ന സമയത്ത് അവർക്ക് ഉണ്ടായിരുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. അവർ ഫോളോ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സമൂഹത്തിൽ നിന്ന് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചില അംഗീകാരങ്ങളുണ്ട്. അതൊക്കെ അവർക്ക് ഓർമ്മ വരാറുണ്ട്. ഇപ്പം എന്തായാലും അവരൊരു സാഡ് സ്റ്റേജിലാണ്. അവർക്കൊരു വിഷമമുള്ള സമയത്താണ്. അവർക്ക് ചെയ്തതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ഗ്രീഫ്, ഒരു ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പല പാഠങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു തോട്ട്സ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു തോട്ട്സ് എന്ന് പറയുന്നത് ഒരു റിഗ്രറ്റ്, അതുപോലെ തന്നെ പാസ്റ്റിനെ കുറിച്ചുള്ള ചിന്തകൾ, അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥാനം, അതിനെക്കുറിച്ചൊക്കെയാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ അവരുണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ അവർക്ക് കൊടുത്തിരുന്ന ഒരു സ്ഥാനം, അതിനെക്കുറിച്ചാണ് അവർ കൂടുതലും ചിന്തിക്കുന്നത്. എങ്ങനെയായിരുന്നു നിങ്ങൾ അവരെ ക്യാരി ചെയ്തിരുന്നതെന്നുള്ള കാര്യം. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്തിരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഈ ഒരു കാര്യമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. അവർക്ക് നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു വാല്യൂ, നിങ്ങളുടെ അടുത്തായിരുന്ന സമയത്ത് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു ജീവിതത്തെക്കുറിച്ചുള്ളൊരു ഫോക്കസ്, നിങ്ങൾ അവർക്ക് കൊടുത്തുകൊണ്ടിരുന്നൊരു മൂല്യം, അത് അവർക്ക് വളരെയധികം ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. നിങ്ങളിൽ നിന്ന് അകന്നു പോയ ഫ്രണ്ടായിരിക്കാം, മറ്റൊരു ഫ്രണ്ട്ഷിപ്പിൽ ചെന്നപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലായത് നിങ്ങൾ എത്രത്തോളമായിരിക്കും അവർക്ക് വാല്യൂ കൊടുത്തിരുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവരെ മോട്ടിവേറ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അവർക്ക് ശരിക്കും അവരുടെ വർക്കിലേക്കും അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നൊരു സമയം നിങ്ങളുടെ കൂടെ ആയിരുന്ന സമയത്താണ്. അവരുടെ കരിയറിലേക്ക്, അവരുടെ ജോലിയിൽ, അവരുടെ വിദ്യാഭ്യാസത്തിൽ, അവരിലേക്ക് തന്നെ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് അവരുടെ സ്കിൽ ഡെവലപ്മെന്റ് ഒക്കെ നടന്നിരുന്നു. നിങ്ങളുടെ ഒരു മക്കളെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്താണ് അവർക്ക് അവരുടെ കഴിവുകളെ ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്തിരുന്നെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പാർട്ട്നേഴ്സിൻ്റെ കാര്യവും. ഒരുമിച്ചായിരുന്ന സമയത്ത് നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ അവർക്ക് എത്രത്തോളം വാല്യൂ കൊടുത്തിരുന്നു, നിങ്ങൾ അവരെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അവരുടെ എല്ലാ കാര്യങ്ങളും ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന സ്പേസ് ആയിരുന്നു നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംടൈംസ് അവർ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, അവർ റിലാക്സ് ചെയ്യുന്ന സമയത്ത്, അവർക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുന്ന സമയത്ത്, അവർ ഏകാന്തമായിട്ടിരിക്കുന്ന സമയത്തൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ വരുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഓക്കെ, ഒരു വൈകുന്നേരങ്ങളിലൊക്കെ ചായ കുടിക്കുന്ന സമയത്ത്, അതായത് അവർ ഒറ്റയ്ക്കിരുന്ന് എൻജോയ് ചെയ്യുന്ന സമയമുണ്ടല്ലോ, കുറച്ച് സമയമെങ്കിലും ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സോൾ എനർജി, ആ ഒരു സമയത്ത് അവരും അവരുടെ സോളുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ അവർ നിങ്ങളെ ഓർക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾ ഒരുമിച്ച് ചിലവഴിച്ച സമയങ്ങൾ, സായാഹ്നങ്ങൾ, ഒരുമിച്ച് നിങ്ങൾ പോയിട്ടുള്ള സ്ഥലങ്ങൾ, നിങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള യാത്രകൾ, നിങ്ങൾ എൻജോയ് ചെയ്തത്, നിങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ, ഇതൊക്കെ അവർക്ക് ഇപ്പോഴും ഉണ്ട് സ്റ്റിൽ.
അപ്പോൾ അങ്ങനെ ഒരു സമയം വരുന്ന ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ്റെ ഒക്കെ ഒരു സമയം വരുമ്പോൾ ശരിക്കും അവരൊരു സ്പിരിച്വൽ വേയിലേക്ക് ഇപ്പോൾ പോകുന്നുണ്ടായിരിക്കും, കൂടുതൽ മെഡിറ്റേഷൻ ചെയ്യുക. സോ ആ സമയത്തൊക്കെ അവർ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വളരെയധികം ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു പൂവ് കാണുമ്പോൾ പോലും നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പൂവ് കാണുമ്പോൾ ഇപ്പോഴാണ് പല കാര്യങ്ങളും അവർക്ക് തിരിച്ചറിവുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന, നിങ്ങൾ ഒരുമിച്ച് ചെലവഴിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് പോലെ അവരുടെ മനസ്സിൽ തോന്നാറുണ്ട്. അതാണ് അവരുടെ ട്രിഗർ എന്ന് പറയുന്നത്. സോ അവർ ഒരു ആക്ഷൻ എടുക്കാൻ ഉള്ള ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ യെസ് എന്നൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ഏസ് ഓഫ് വാണ്ട്സ് ആണ്. വീണ്ടും ഒരു തുടക്കം അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഈ മൂവ് ഓൺ ചെയ്തിരിക്കുന്നത് നിങ്ങളാണോ അവരാണോ എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. നിങ്ങളുടെ എനർജി മൂവ് ഓൺ ചെയ്തിരിക്കുകയാണെങ്കിൽ ഈ ഒരു തുടക്കത്തിന് വലിയ ഹോപ്പില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം, വീണ്ടും ഒന്നുകൂടി സംസാരിക്കണം, വീണ്ടും ഒന്നുകൂടി കാണണം, വീണ്ടും ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും എല്ലാ രീതിയിലും ഒന്ന് ഹാപ്പി ആവണം. ആ ഒരു പണ്ടത്തെ ആ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സമയം, അല്ലെങ്കിൽ അവർ മറന്ന, അവർ തിരിച്ചറിയാതിരുന്ന ആ ഒരു സന്തോഷങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടി എല്ലാം വളരെ ഫ്രൂട്ട്ഫുൾ ആവണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു വസന്തകാലം, ലൈഫിൻ്റെ ഒരു വസന്തകാലം തിരിച്ചു വരണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ എല്ലാം കഴിഞ്ഞപ്പോഴായിരിക്കും ഇപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, സോ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവർ നിങ്ങളെക്കുറിച്ച് എടുത്ത തെറ്റായ തീരുമാനത്തെക്കുറിച്ചാണ് അവർ ആലോചിക്കുന്നത്. ഇതാണ് ഇന്നത്തെ നിങ്ങളുടെ റീഡിംഗ്. ഇതിൽ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആയ കാര്യങ്ങൾ മാത്രം എടുക്കുക. കാരണം ഇതൊരു കളക്റ്റീവ് ആൻഡ് ജനറൽ റീഡിംഗ് ആണ്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.